ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ന്യൂട്രിമിക്സ് പൗഡറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 5 സ്പൂണോളം ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് കേട്ടോ, ഗോതമ്പ് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അല്ലാന്നുള്ളവർ ഇതുപോലെ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് എടുക്കാം. പിന്നെ കറുപ്പ് എള്ളാണ് ആവശ്യമായിട്ടുള്ളത്. വെളുത്ത എള്ള് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് കറുപ്പ് ഉപയോഗിക്കുക. കറുപ്പാണ് കുറച്ചുകൂടിയും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉള്ളത്. പിന്നെ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി കടല എന്നൊക്കെ പറയും, നമ്മളവിടെ കടല എന്നാണ് പറയാറ്. കടല എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം. അപ്പോൾ ഓട്സ് ഒഴികെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർത്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ന്യൂട്രിമിക്സ് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ ഗോതമ്പാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയുടെ പൗഡർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ അതിൽ നമ്മൾ വീട്ടിൽ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം അതിൽ മൈദയൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലാന്നുള്ളവർ ഇതുപോലെ ഗോതമ്പ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക, നല്ല രീതിയിൽ കഴുകിയിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഗോതമ്പ് മാത്രമല്ല, നമ്മുടെ എള്ളും കടലയും ബദാമും ഓട്സും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഗോതമ്പ് വറുത്തെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ എല്ലാത്തിലും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എള്ളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സിയും ബിയും B6ഉം ഡിയും കാൽഷ്യം അയൺ എല്ലാം ബ്ലാക്ക് എള്ളിലുണ്ട്. അതായത് ഒരു ഗ്ലാസ് പാലിനേക്കാൾ കാൽഷ്യം 1 സ്പൂൺ എള്ളിലുണ്ട്. അപ്പോൾ എള്ളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ മാനസിക സംഘർഷമൊക്കെ കുറയ്ക്കാനായിട്ട് എള്ളിന് കഴിവുണ്ട്. പിന്നെ എള്ളിന് മാത്രമല്ല, അതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായ പലതരത്തിലുള്ള കഴിവുകളാണുള്ളത്. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള ഒരു മിക്സ് തന്നെയാണ് ഈ ഒരു ന്യൂട്രിമിക്സ് പൗഡർ. അപ്പോൾ ഇത് വലിയ ആളുകൾക്കും, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിനും ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഹെൽത്തിയാണ് കേട്ടോ. ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണെന്ന് വെച്ചെങ്കിൽ അവരെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പൗഡറാണ് ഈ ഒരു ന്യൂട്രിമിക്സ് പൗഡർ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കടലയുടെ തോല് കളയണം കേട്ടോ, വറുത്തെടുത്തിട്ട് തന്നെ തോല് കളയുക. അതുപോലെ വറുക്കുമ്പോൾ നമ്മളിത് ചുമ്മാ കഴിക്കാനുള്ളതല്ല, അതുകൊണ്ട് ഉപ്പിട്ട് വറക്കാതെ ഇത് നോർമൽ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് പാലിൽ കലക്കിയിട്ടും കുടിക്കാം, അല്ലാച്ചെങ്കിൽ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് കുറുക്ക് പോലെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെയും കഴിക്കാനായിട്ട് കഴിയും. നല്ല രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാട്ടോ. ഞാനൊരു ഒരു 3/4 ബൗൾ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലെടുക്കാം, അല്ലാച്ചെങ്കിൽ കുറവെടുക്കാം. പാൽപ്പൊടി നിർബന്ധമാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ചിലപ്പോൾ ഇതിൻ്റെ തരികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് പാലിൽ കലക്കി കുടിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തരിയൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് അത് നല്ല പൗഡർ മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ് കേട്ടോ. 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സ്മെല്ലിനും അതുപോലെ ഒരു കളർ ചേഞ്ചിനും വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു മിക്സ് നമ്മൾ വറുത്തെടുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മണം ഉണ്ടായിരിക്കും. പിന്നെ കൊക്കോ പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കാം. നമ്മൾ കുറുക്കുണ്ടാക്കുകയാണെങ്കിലും അല്ലാച്ചെങ്കിൽ നമ്മൾ പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ മോൾക്കും കൂടി കൊടുക്കുന്നത് കൊണ്ട് ഇതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. കാരണം മോൾക്ക് നമ്മളിവിടെ പനം കൽക്കണ്ട പൊടിച്ചതാണ് കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളിതുപോലെ വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഞ്ചസാര കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ വല്ല പനം കൽക്കണ്ടോ പനഞ്ചക്കരയൊക്കെ പൊടിച്ചത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പഞ്ചസാരയുടെ ഉപയോഗം പിള്ളേർക്ക് കൊടുക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനും ശ്രമിക്കാം. അപ്പോൾ ഇതാണ്
കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ.